റൈസ് നമ്മൾ ഏറ്റവും ലോങ്ങസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കസ്റ്റമറിന്റെ ഇതിനനുസരിച്ച് ചൂടോടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പപ്പുള്ള പ്രിപ്പറേഷനാണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാർക്കോളിൽ ചുട്ടെടുക്കുമ്പം നമ്മളുടെ ഓവനിൽ വെച്ചിട്ടുള്ള സോഫ്റ്റ് കുക്കിംഗ് ആണ്. അന്നന്ന് ഇറങ്ങുന്ന സീസണിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഫിഷിലെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ ഫിഷിൻ്റെ ഐറ്റംസ്. മധുത്ത് എന്ന് പറയുമ്പോൾ ഒരു ജ്യൂസിനെസ് നമുക്ക് ഉണ്ടാവണം. അപ്പം അതിൻ്റെ പെർഫെക്ഷനോട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഓരോ കുക്കർ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ കുക്കർ പൊട്ടിക്കുന്നതാണ് നമ്മുടെ മധുവത്തിൻ്റെ ചൂട്. ആ മന്തി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മധുവത്ത് പൊട്ടിക്കാൻ പ്രഷർ കുക്ക് ചെയ്ത് കസ്റ്റമർ ഇരിക്കുമ്പോൾ നമ്മൾ ആ മസാല ഇട്ട് ഫില്ല് ചെയ്ത് ദമ്മ് പൊട്ടിച്ച് ജ്യൂസി ചിക്കൻ വിത്ത് നമ്മുടെ ട്രഡീഷണൽ അറബ് മസാല. പലവിടെയും പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പാലക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള മധുഹൂത്ത് ഇവിടെയാണ്. ഇഷ്ടപ്പെട്ട് റൈസാണ്, റൈസിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പാലക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മധുഹൂത്ത് ഇതാണ്. ഞാൻ ഇപ്പോൾ 4-5 തവണ ഇവിടെ വരുന്നത്. ഞാൻ സാധാരണ വേറെ ഹോട്ടലിൽ നിന്ന് പോയിരുന്നു, പക്ഷെ ഇവിടെ വരാൻ കാരണം നിങ്ങളെ ഫുഡ് നല്ല ഫുഡാണ്. അത് ഞാൻ ചിക്കനും സാധാരണ നമുക്ക് സോഫ്റ്റായി കിട്ടുന്ന നല്ല ഇത് വേണം, പക്ഷേ ചിക്കൻ നല്ല സെറ്റാണ്. ഈ ചിക്കൻ കഴിക്കുമ്പോൾ മസാലയേക്കാളും ഈ ചിക്കൻ കഴിക്കാനൊരു ടേസ്റ്റ് വേണം. അത് ശരിയായ ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് നല്ല ചിക്കൻ മധുഹൂത്തും ഫിഷ് മധുഹൂത്തും കിട്ടുന്ന ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നതാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. നമുക്കത് കഴിച്ചു നോക്കാം. വാ. നമുക്കിവിടെ നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കൊടുക്കുന്ന നമ്മുടെ മധുഹൂത്ത് ഉണ്ട്, പിന്നെ തലശ്ശേരി ദം ബിരിയാണി സ്പെഷ്യലാണ് നമ്മുടെ അതുണ്ട്, പിന്നെ മകളി ഉണ്ട്, ഫിഷ് അൽഫാം ഉണ്ട്, അറബിക് മസാല ഇട്ടുള്ള നല്ല അൽഫാം ഉണ്ട്, ചിക്കൻ അൽഫാം. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും വന്നാലും എന്തും ഒരു ട്രൈ ചെയ്യാനുള്ള ഒരു ഐറ്റംസ് നമ്മുടെ അടുത്ത് അറബിക് ഡിഷസിലുണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഡേയ്സ് ആണ് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞു. ഇപ്പോൾ വളരെ നല്ല റിവ്യൂസ് ആണ്. നമുക്ക് ട്രഡീഷണൽ മസാലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇവിടെയുള്ള നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു അറബിക് മസാല നമ്മൾ തന്നെ പൊടിച്ചില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നല്ല നമ്മൾ ആക്കുന്നത്. ആ ഒരു മസാല വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും വരുന്നത്. കാരണം അറബിക്ക് ഉദ്ദേശിച്ച് വരുമ്പോൾ അവർക്ക് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ലൊക്കേഷൻ നമ്മുടെ മേപ്പറമ്പ് ബൈപ്പാസിൽ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടതുഭാഗത്താണ് മിഷ്വി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം ഉള്ളത്. ചിക്കൻ മധുഹൂത്ത് നല്ല ആവി പറക്കണത്. ഇതിൻ്റെ സ്പെഷ്യൽ ഒരു നല്ല ഫിഷ് ഫ്രൈയും തന്നിട്ടുണ്ട്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഓയിലില്ലാതെ പൊരിച്ചതാണ്. ഇതിൻ്റെ റൈസൊക്കെ നല്ല ജ്യൂസിയാണ്. അതല്ല ഈ ഒറ്റ അരിയായിട്ട് വീഴുന്ന കണ്ടില്ലേ? ചിലവിടെ ഇത് കട്ട പിടിച്ചിട്ടില്ല, അതൊന്നുമില്ല, ഒട്ടിട്ടില്ല. അതാണ് ചിക്കനൊക്കെ നല്ല സ്മൂത്തായിട്ടാവും. ചിക്കൻ്റെ പീസ് എടുത്തിട്ട് കുറച്ച് മയണൈസ് ഒഴിക്കുക. എന്നിട്ട് സ്വന്തമായിട്ടുള്ള മസാലയാണ് ഇവർ ചെയ്യുന്നത് പറഞ്ഞത്. അതിൻ്റെ ടേസ്റ്റ് നന്നായി കാണുന്നുണ്ട്. ഇത് വെറുതെ പറയല്ല, ഇല്ലക്ക ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യാൻ വേണം. അത്രയും സൂപ്പറായിട്ടുണ്ട്. ചൂട് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിനൊക്കെ ടേസ്റ്റ്. കഴിക്കും. അടിപൊളി എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് കഴിച്ചു പോകുന്ന ഒരു ബില്ലിന് ഇവർ ഒരു അത്തർ ഫ്രീ ആയിട്ട് കൊടുക്കും. തേച്ചിട്ട് കൈയൊക്കെ നന്നായി കുടഞ്ഞ് അങ്ങനെ ആക്കിയിട്ട് പോയാൽ നല്ല മണല്ലേ പൈസ എടുക്കാം. അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ നല്ല മധുഹൂത്ത്, അതുപോലെ തന്നെ ഫിഷ് മധുഹൂത്ത് എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് വരാം അല്ലേ? ഒരു പൊടി.